Hi everyone. Tripping mechanism of circuit breakers. Circuit breakersന്റെ tripping mechanism എന്തൊക്കെയാണ് എന്ന് നോക്കാം. First one, tripping mechanism of circuit breakersൽ റൈറ്റ് സൈഡിൽ tripping mechanismത്തിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. Tripping mechanism is incorporated in the circuit breaker to switch off the circuit breaker at a faulty condition. ഫോൾട്ടി കണ്ടീഷനിൽ സർക്യൂട്ട് ബ്രേക്കറിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോൺടാക്ട്സിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് മെക്കാനിസം നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഐദർ ഓട്ടോമാറ്റിക്കലി ഓർ മാനുവലി അറ്റ് ദ ഡിസയേർഡ് ടൈമിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ട്രിപ്പ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വെൻ ദ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ക്ലോസ്ഡ്, സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആയിരിക്കുന്ന സമയത്ത് the mechanism is locked in position by a system of linkages. സിസ്റ്റം ഓഫ് ലിങ്കേജസ് ഉപയോഗിച്ചുകൊണ്ട് ട്രിപ്പിംഗ് മെക്കാനിസത്തിന് ലോക്ക്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ലോക്ക്ഡ് പൊസിഷനിലായിട്ടായിരിക്കും സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ടാവുക. സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആയിരിക്കുക എന്ന് പറയുമ്പം അവിടെ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനാണ്. ഫോൾട്ട് കറണ്ട് വരാത്ത കേസിൽ ട്രിപ്പിംഗ് മെക്കാനിസം ലോക്ക്ഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക ബൈ യൂസിങ് എ സിസ്റ്റം ഓഫ് ലിങ്കേജസ്. ദിസ് ലോക്ക് ക്യാൻ ബി റിലീസ്ഡ് ബൈ ലിഫ്റ്റിംഗ് ദ ട്രിപ്പ് ബാർ. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഒരു ട്രിപ്പ് ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നീളത്തിലൊരു ട്രിപ്പ് ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ലോക്ക് ക്യാൻ ബി റിലീസ്ഡ് ബൈ ലിഫ്റ്റിംഗ് ദ ട്രിപ്പ് ബാർ. ഈ ട്രിപ്പ് ബാറിന് ഒരു ലിവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിവർ ഉപയോഗിച്ച് ഈ ട്രിപ്പ് ബാറിനെ മേലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ ലോക്ക് റിലീസ് ചെയ്യും. ട്രിപ്പ് ബാർ ഈസ് അറ്റാച്ച്ഡ് ടു ദ ട്രിപ്പിംഗ് ലെവർ വിച്ച് ഇൻ ടേൺ ക്യാൻ ബി ഓപ്പറേറ്റഡ് മാനുവലി. ഈ ട്രിപ്പിംഗ് ലിവറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ദ ട്രിപ്പിംഗ് ലിവർ ഈസ് ജനറലി കെപ്റ്റ് ലോക്ക്ഡ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ട്രിപ്പിംഗ് ലിവർ പൊതുവെ ലോക്ക്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. വെൻ ദ ട്രിപ്പ് ബാർ ഈസ് ലിഫ്റ്റഡ്, ട്രിപ്പ് ബാർ മേലേക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ദ മെക്കാനിസം ഓപ്പൺസ് ദ ബ്രേക്കർ കോണ്ടാക്റ്റ്. ആ ട്രിപ്പ് ബാറിനെ നമ്മൾ മേലേക്ക് ലിവർ ഉപയോഗിച്ച് ട്രിപ്പ് ബാറിനെ മേലേക്ക് നമ്മൾ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവും. ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നത്? ട്രിപ്പിംഗ് കോയിൽ ഫസ്റ്റ് വൺ ഇതിനകത്തുള്ളത് ട്രിപ്പ് കോയിൽസ്. വെൻ റിമോട്ട് ഓപ്പറേഷൻ ഈസ് ഡിസയേർഡ് ട്രിപ്പ് കോയിൽസ് ആർ യൂസ്ഡ്. റിമോട്ട് ഓപ്പറേഷൻ, നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ റിമോട്ട്ലിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ട്രിപ്പ് കോയിൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. The trip coils are small solenoids either operated by AC or DC supply. ഇവിടെ കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ട്രിപ്പ് കോയിൽ. ഈ ട്രിപ്പ് കോയിൽ എന്ന് പറയുന്നത് സ്മോൾ സോളിനോയിഡ്സ് ആണ്. AC അല്ലെങ്കിൽ DC ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സോളിനോയിഡ്സ് ആണ്. എ പ്ലങ്കർ മൂവ്സ് ഫ്രീലി ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇതൊരു പ്ലങ്കറാണ്. ഈ പ്ലങ്കർ സോളിനോയിഡിൻ്റെ അകത്തൂടെ ഫ്രീലി മൂവ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെൻ ദ സോളിനോയിഡ് ഈസ് എനർജൈസ്ഡ് ബൈ എ ട്രിപ്പ്, ഒരു ട്രിപ്പ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സോളിനോയിഡിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം സോളിനോയിഡിനെ എനർജൈസ് ചെയ്യണമെങ്കിൽ AC അല്ലെങ്കിൽ DC സപ്ലൈ യൂസ് ചെയ്യണം. സോ ഒരു AC അല്ലെങ്കിൽ DC സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രിപ്പ് സ്വിച്ചിൽ നിന്ന് വരുന്ന സപ്ലൈ ആണ്. അതുപയോഗിച്ച് നമ്മളൊരു എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് റിലീസ് ദ energizes the by the trip switch, the plunger moves up. ഇവിടെ എന്ത് സംഭവിക്കും? സോളിനോയിഡിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലങ്കർ മേലേക്ക് മൂവ് ചെയ്യും. ആൻഡ് റിലീസ് ദ ലോക്ക് വിച്ച് ഹോൾഡ്സ് ദ ട്രിപ്പ് ബാർ. പ്ലങ്കർ മേലേക്ക് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ട്രിപ്പ് ബാറിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലോക്ക് റിലീസ് ചെയ്യും. ഇവിടെയാണ് ട്രിപ്പ് ബാറിന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലോക്ക്. ആ ലോക്ക് നമ്മൾ ഈ പ്ലങ്കർ മേലേക്ക് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ലോക്ക് ഇവിടെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഫർദർ ദ ട്രിപ്പ് കോയിൽസ് ആർ ഓൾസോ ആക്ച്വേറ്റഡ് ബൈ ദ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ആൻഡ് അണ്ടർ വോൾട്ടേജ് റിലേസ്. ഇനി എങ്ങനെയാണ് ഈ ട്രിപ്പ് കോയിൽ എങ്ങനെയാണ് ഇവിടെ ആക്ച്വേറ്റഡ് ആവുന്നത്? ട്രിപ്പ് കോയിൽ ആക്ച്വേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർലോഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ ഉപയോഗിച്ചിട്ടാണ് ട്രിപ്പ് കോയിലിനെ എനർജൈസ് അല്ലെങ്കിൽ ആക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ അണ്ടർ വോൾട്ടേജ് ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ റിലേ ഉപയോഗിച്ചിട്ട് റിലേയിലെ സിഗ്നൽ വരുന്നതോട് കൂടിയിട്ട് ട്രിപ്പ് കോയിലിനെ ആക്ച്വേറ്റ് ചെയ്യും. അങ്ങനെ ട്രിപ്പ് കോയിൽ എനർജൈസ് ചെയ്ത് കഴിയുമ്പം പ്ലങ്കർ താഴേന്ന് മേലേക്ക് മൂവ് ചെയ്യും. പ്ലങ്കർ താഴേന്ന് മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ
ലോക്ക്, അതായത് ട്രിപ്പ് ബാറിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലോക്ക് റിലീസ് ചെയ്യും. അങ്ങനെ ലോക്ക് റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ബ്രേക്കിംഗ് കോണ്ടാക്ട്സ് ഓപ്പൺ ആവും, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ ഷണ്ട് ട്രിപ്പ് കോയിലാണ്. ട്രിപ്പ് കോയിൽ രണ്ട് രീതിയിൽ ഷണ്ട് ട്രിപ്പ് കോയിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ സീരീസ് ട്രിപ്പ് കോയിലും യൂസ് ചെയ്യാറുണ്ട്. ഷണ്ട് ട്രിപ്പ് കോയിലിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഇൻഡക്ഷൻ ഡെസ്ക് റിലേ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഡെസ്ക് റിലേയിലെ ഷണ്ട് ട്രിപ്പ് കോയിൽ. The shunt trip coil requires an auxiliary supply, a CT and a relay. ഷണ്ട് ട്രിപ്പ് കോയിലുമായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു ഓക്സിലറി സപ്ലൈ ആവശ്യമുണ്ട്, അതിലേക്ക് ഒരു കറണ്ട് ട്രാൻസ്ഫോമർ വേണം, അതുപോലെ ഒരു റിലേയും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ദ റിലേ ക്യാൻ ബി സെറ്റ് ടു ഗീവ് ടൈം ഗ്രേഡഡ് പ്രൊട്ടക്ഷൻ. ടൈം ഗ്രേഡഡ് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? റിലേനെ സെറ്റ് ചെയ്ത് വെക്കുക. ടൈം ഗ്രേഡഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈമിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന രീതിയിൽ റിലേനെ സെറ്റ് ചെയ്ത് വെക്കുക. The relay closes the trip coil circuit when the load current exceeds the stipulated value. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ റിലേയുടെ ട്രിപ്പ് കോയിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ റിലേയുടെ ട്രിപ്പ് കോയിൽ ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഏത് വർക്ക് ചെയ്യും? നമ്മുടെ പ്ലങ്കർ വർക്ക് ചെയ്യും. പ്ലങ്കർ വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യും. ഇനി അതുപോലെ സീരീസ് ട്രിപ്പ് കോയിൽ. സീരീസ് ട്രിപ്പ് കോയിലിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. The series trip coil mechanism consists of a series solenoid with a plunger controlled by a spring. ഇവിടെ എന്താണ്? സീരീസ് ട്രിപ്പ് കോയിൽ മെക്കാനിസത്തിൽ എന്താണുള്ളത്? ഒരു സീരീസ് സോളിനോയിഡ് ആണുള്ളത്. സീരീസ് സോളിനോയിഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലങ്ങർ ഉണ്ട്, കൺട്രോൾഡ് ബൈ എ സ്പ്രിങ്. പ്ലങ്ങറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലങ്ങർ കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് വരുന്നത്, സീരീസ് ട്രിപ്പ് കോയിൽ മെക്കാനിസം വരുന്നത്. When current in the load becomes excessive, the plunger rises and trips the mechanism. നമ്മുടെ ലോഡിലെ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച വാല്യൂവിനും കൂടുതൽ ലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ പ്ലങ്ങർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും ആൻഡ് ട്രിപ്സ് ദ മെക്കാനിസം. മെക്കാനിസത്തെ ട്രിപ്പ് ചെയ്ത് കളയും. The current necessary to trip the circuit breaker is regulated by the screw which adjusts the tension of the spring controlling the plunger. പ്ലങ്ങറിനെ കൺട്രോൾ ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ്? ഒരു സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലങ്ങറിനെ കൺട്രോൾ ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ചെയ്യേണ്ട കറണ്ട് ഏതാണ് എന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ദ കറണ്ട് നെസസറി ടു ട്രിപ്പ് ദ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ടിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, ദ ടൈം ലാഗ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദ പൊസിഷൻ ഓഫ് ദ ഡാഷ് പോർട്ട് വിച്ച് ഹോൾഡ്സ് ദ പൊസിഷൻ ഓഫ് ദ പ്ലങ്ങർ ഇൻ ദ ഓയിൽ ബാത്ത്. ഓയിൽ ബാത്തിൽ പ്ലങ്ങറിൻ്റെ പിസ്റ്റണിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാഷ് ബോർഡിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈം ലാഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ടൈം ലാഗ് എന്ന് പറയുമ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ട ടൈം ലാഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദി ഡാഷ് ബോർഡ്. ഡാഷ് ബോർഡിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക വിച്ച് ഹോൾഡ്സ് ദ പിസ്റ്റൺ ഓഫ് ദ പ്ലങ്ങർ ഇൻ ദ ഓയിൽ ബാത്ത്. പ്ലങ്ങറിൻ്റെ പിസ്റ്റണിനെ ഓയിൽ ബാത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാഷ് ബോർഡിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈം ലാഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻ 3-phase സർക്യൂട്ട് ബ്രേക്കർ, ഇനി 3-phase സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കേസിലാണെങ്കിൽ സീരീസ് ട്രിപ്പ് കോയിൽ, ഓരോ ഫേസിനും ഓരോ ട്രിപ്പ് കോയിൽ വീതം, അങ്ങനെ 3 സീരീസ് ട്രിപ്പ് കോയിൽ ഉണ്ടാവും, 3 ഡാഷ് ബോർഡും ഉണ്ടാവും, 3 പ്ലങ്ങറും അവൈലബിൾ ആയിരിക്കും. ദേ ക്യാൻ ഓപ്പറേറ്റ് ദ ട്രിപ്പ് മെക്കാനിസം ടുഗെദർ ഓർ ഇൻഡിപെൻഡൻ്റ്ലി. ഈ 3 സിസ്റ്റത്തിനും, അതായത് 3 ട്രിപ്പ് കോയിലും 3 ഡാഷ് ബോർഡും 3 പ്ലങ്ങർ, ഇതൊക്കെ ഒരുമിച്ച് വേണമെങ്കിലും വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലിയും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ വോൾട്ടേജ് റിലീസ് കോയിൽസ് ആണ്. The under voltage release coil is used in the installations where the detection and isolation of abnormally low voltage is required. അബ്നോർമലി ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന കേസിലുള്ള ഇൻസ്റ്റലേഷൻസിൽ, ചില ഇൻസ്റ്റലേഷനിൽ അബ്നോർമൽ ആയിട്ടുള്ള ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റലേഷന് സപ്ലൈയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ അണ്ടർ വോൾട്ടേജ് റിലീസ് കോയിൽസ് യൂസ് ചെയ്യാറുള്ളത്. The construction of the under voltage trip coil is similar to the trip coils discussed above, except that the plunger is held away from the pole piece by a coiled spring. മറ്റ് ആദ്യം പറഞ്ഞ ട്രിപ്പ് കോയിലിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ് അണ്ടർ വോൾട്ടേജ് റിലീസ് കോയിലിൻ്റെ കൺസ്ട്രക്ഷനും വരുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലങ്ങർ ഈസ് ഹെൽഡ് എവേ ഫ്രം ദി പോൾ പീസ്. പോൾ പീസിൽ നിന്നും പ്ലങ്ങറിനെ
ദൂരേക്ക് മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ബൈ എ കോയിൽഡ് സ്പ്രിങ്, ഒരു കോയിൽഡ് സ്പ്രിങ് ഉപയോഗിച്ചിട്ട് എപ്പോഴും പ്ലങ്ങറിനെ പോൾ പീസിൽ നിന്നും അകലെ മാറി നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലാണെങ്കിൽ ദ സോളിനോയിഡ് ഈസ് എനർജൈസ്ഡ് ആൻഡ് ദ പ്ലങ്ങർ ഈസ് ഹെൽഡ് ഡൗൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഓഫ് ദ സ്പ്രിങ്. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ സോളിനോയിഡ് എനർജൈസ്ഡ് ആയിരിക്കും, എന്നിട്ട് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പ്ലങ്ങർ, താഴേക്ക് ആയിട്ടായിരിക്കും പ്ലങ്ങർ നിൽക്കുന്നുണ്ടാവുക. ഫിഗറിന് കാണിച്ചിട്ടുണ്ട്, ഇതാണ് കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോയിൽ എനർജൈസ്ഡ് ആയി, നോർമൽ കണ്ടീഷനിൽ കോയിൽ എനർജൈസ്ഡ് ആയിരിക്കും. പ്രോപ്പർ വോൾട്ടേജ് അവൈലബിൾ ആവുമ്പം കോയിൽ എനർജൈസ്ഡ് ആയിരിക്കും. പ്ലങ്ങറിനെ ഹെൽഡ് ഡൗൺ, സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലങ്ങർ താഴേക്ക് വലിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. വെൻ ദ സപ്ലൈ വോൾട്ടേജ് ഫോൾസ്, സപ്ലൈ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? ദ അണ്ടർ വോൾട്ടേജ് റിലീസ് കോയിൽ വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ഹോൾഡ് ദ പ്ലങ്ങർ ഡൗൺ എഗെയിൻസ്റ്റ് ദ സ്പ്രിങ് ടെൻഷൻ. സ്പ്രിങ് ടെൻഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലങ്ങറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ സാധിക്കില്ല. കാരണം അവിടെ വേണ്ടത്ര വോൾട്ടേജ് അവൈലബിൾ അല്ലാത്തത് കാരണം കോയിൽ അത്രയും എനർജൈസ്ഡ് ആയിരിക്കില്ല. സോ കോയിലിന് എന്ത് സാധിക്കില്ല? പ്ലങ്ങറിന് സ്പ്രിങ് ടെൻഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹെൽഡ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ടാവില്ല. Thus, the plunger moves up and pushes the trip bar to trip the circuit breaker. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? കോയിലിന് അത്രയും എനർജൈസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തത് കാരണം ഈ പ്ലങ്ങർ മേലേക്ക് മൂവ് ചെയ്യും. ട്രിപ്പ് കോയിൽ മേലേക്ക് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് സർക്യൂട്ട് ബ്രേക്കറിൽ ട്രിപ്പ് ബാർ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് അണ്ടർ വോൾട്ടേജ് കണ്ടീഷൻസിൽ ട്രിപ്പിംഗ് നടക്കുന്നത്. അണ്ടർ വോൾട്ടേജ് കണ്ടീഷനിൽ ഈ കോയിലിന് പ്രോപ്പറായിട്ട് എനർജൈസ് ചെയ്യാനുള്ള വോൾട്ടേജ് ഉണ്ടാവില്ല. സോ ഈ പ്ലങ്ങറിനെ മേലേക്ക് മൂവ് ചെയ്യും. സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലങ്ങറിനെ നിർത്താൻ പറ്റില്ല. സ്പ്രിങ് മൂവ് ചെയ്യുന്നതോടൊപ്പം പ്ലങ്ങർ മേലേക്ക് മൂവ് ചെയ്യും. ട്രിപ്പ് ബാറിനെ മേലേക്ക് മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ചെയ്തു പോകും.